അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഇപ്പോൾ അറേബ്യ രാജ്യങ്ങൾ മുഴുവൻ വിസിറ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നത്? മിഡിൽ ഈസ്റ്റിലേക്ക്, ഇസ്രയേൽ ഗാസ പ്രശ്നം മിഡിൽ ഈസ്റ്റിലേക്ക് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വിസിറ്റ് നടത്തുന്നത്. അങ്ങനെ വ്യാപിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതേപോലെ എസ്തോണിയ, ലാറ്റ്വിയ, ലിത്വേനിയ എന്നീ രാജ്യങ്ങളിലേക്ക് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും വിസിറ്റ് ചെയ്തിരിക്കുന്നു. കാരണം റഷ്യയുടെ അടുത്ത ടാർഗറ്റ് ലിസ്റ്റിലുള്ള രാജ്യങ്ങൾ ഇവ മൂന്നുമാണ്. അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളും ഇനി റഷ്യക്കെതിരെ കളി നീക്കാൻ സാധ്യതയുണ്ട്. എസ്തോണിയയുടെ ലീഡർ സെലൻസ്കിയോട് ചോദിക്കുന്നു, ഒരു സീസ് ഫയറിന് എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല, എന്തുകൊണ്ട് ഇങ്ങനെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന്. എസ്തോണിയ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം വേറെ, അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഉത്തരം വേറെ. ഇതാണ് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെലൻസ്കിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാൾട്ടിക് രാജ്യങ്ങളുമായി ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ അടുത്ത ടാർഗറ്റ് ലിസ്റ്റിലുള്ള രാജ്യങ്ങളാണ് ഈ ബാൾട്ടിക് രാജ്യങ്ങൾ. എസ്തോണിയ ലീഡർ സെലൻസ്കിയോട് ചോദിച്ച ചോദ്യത്തിന് സെലൻസ്കി പറഞ്ഞ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ ഒരു സീസ് ഫയറിന് ശ്രമിക്കാം. അങ്ങനെ സീസ് ഫയർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റഷ്യയെ സംബന്ധിച്ച് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇനി അഥവാ ഒരു സീസ് ഫയർ നടത്തിയാൽ റഷ്യ അവരുടെ ഗ്രൂപ്പുകളെല്ലാം റീഗ്രൂപ്പ് ചെയ്യും. അതായത് വെപ്പൺസ് മാറ്റാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സോൾജിയേഴ്സും റീഗ്രൂപ്പ് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. അതിനുള്ള ഒരു സാധ്യത നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുന്നത് പോലെയാകും. അതുകൊണ്ട് തന്നെ തൽക്കാലം സീസ് ഫയറിന് ശ്രമിക്കുന്നില്ല എന്ന ഉത്തരമാണ് സെലൻസ്കി പറഞ്ഞത്. ഈ ഒരു മാനസികാവസ്ഥയിലാണ് ഉക്രൈൻ പ്രസിഡന്റായ സെലൻസ്കി ഉള്ളത്. സെലൻസ്കി മാത്രമല്ല, റഷ്യൻ പ്രസിഡന്റ് പുടിനും ഇതേ മാനസികാവസ്ഥ തന്നെയാണ് ഉള്ളത്. പുടിനെ സംബന്ധിച്ച് ഒരു സീസ് ഫയർ വന്നാലോ, ഹ്യൂമൻ കോറിഡോർ നിർമ്മിക്കണമെന്ന ഒരു ആവശ്യകത വന്നാലോ ഉക്രൈന് അനുകൂലമായി മാറുമെന്ന മാനസികാവസ്ഥയിലാണ് പുടിനും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഉടനെ ഈ യുദ്ധം അവസാനിക്കില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിന് യാതൊരു സാധ്യതയും കാണുന്നില്ല. പ്രത്യേകിച്ച് ഒരു സീസ് ഫയർ എന്നൊക്കെ പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ ഇസ്രയേൽ ഗാസ പ്രശ്നത്തിനല്ലേ ഉള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെയാണ് മറ്റൊരു പ്രശ്നമുള്ളത്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്താണ് പറഞ്ഞത്? പുടിൻ വാർ ക്രൈം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുടിൻ റഷ്യ വിട്ട് വിദേശ രാജ്യങ്ങൾക്കൊന്നും തന്നെ പോകുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്ന കാര്യവും നമുക്കറിയാം. ഇതേപോലെ നെതന്യാഹു വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കണമെന്നും പറഞ്ഞ് ഒരു കേസ് സൗത്ത് ആഫ്രിക്ക ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇപ്പോൾ അമേരിക്ക പോലെയുള്ള പല രാജ്യങ്ങളും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ തലവൻ കുറ്റവാളിയാണ്, വാർ ക്രൈം ചെയ്തു എന്നും പറഞ്ഞ് അദ്ദേഹത്തെ പിടികൂടാനായി ഫോഴ്സ് അയക്കുമെന്ന് പറയുന്നു. അതേ കുറ്റകൃത്യം ചെയ്യുന്ന മറ്റൊരു രാജ്യത്തിന്റെ ലീഡറിനെതിരെ കേസ് കൊടുത്തവർക്കെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നു മറ്റു പല രാജ്യങ്ങളും. ഇതാണ് ഈ രണ്ട് യുദ്ധവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. സോ എസ്തോണിയ പറഞ്ഞ അവസാന കാര്യം ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതും, അതുപോലെ തന്നെ സെലൻസ്കി പറഞ്ഞത് എന്താണ്? തൽക്കാലം ഒരു സീസ് ഫയർ ഇല്ല എന്നതുമാണ്. എസ്തോണിയ പറഞ്ഞിരിക്കുന്നു, ഈ യുദ്ധം ഇനി എത്രത്തോളം നീണ്ടുപോയാലും ഞങ്ങളുടെ സപ്പോർട്ട് ഉക്രൈൻ ഉണ്ടാകുമെന്നാണ് അവരുടെ വാദം. അങ്ങനെ നോക്കുകയാണെങ്കിൽ വീണ്ടും ബാൾട്ടിക് രാജ്യങ്ങൾ റഷ്യക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡ് കൂടാതെ ഉക്രൈൻ ദാവോസിൽ വെച്ച് വരുന്ന സൺഡേ ഒരു ചർച്ചയിൽ ഏർപ്പെടാൻ പോകുന്നു എന്നൊരു വിവരവും, ചിലപ്പോൾ അവിടെ വെച്ച് ഉക്രൈന്റെ പീസ് പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യവും ചർച്ച ചെയ്യുമെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇതേ സ്വിറ്റ്സർലൻഡാണ് യുദ്ധത്തിന് തയ്യാറായിക്കോളൂ എന്ന അറിയിപ്പ് കൊടുത്തതും യുദ്ധത്തിന്റെ റിഹേഴ്സലിന് തയ്യാറായിക്കോളൂ എന്നും പറഞ്ഞ് അത് അവസാനിപ്പിച്ചതും. നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ്. സൗത്ത് കൊറിയ എന്താണ് പറഞ്ഞത്? അമേരിക്ക ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലേ, നോർത്ത് കൊറിയയുടെ ആയുധങ്ങളാണ് റഷ്യ ഇപ്പോൾ ഉക്രൈനെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായി സൗത്ത് കൊറിയ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മാസത്തിനുള്ളിൽ നോർത്ത് കൊറിയ സൈനിക ലോജിസ്റ്റിക്സ്, അതുപോലെ ആർമി വെപ്പൺസും, അതുപോലെ ആർമിക്ക് വേണ്ടിയിട്ട് ബോംബുകളും റഷ്യക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്നു. ഇത് ഞങ്ങൾക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് വഴി ലഭിച്ചതാണ് എന്ന് സൗത്ത് കൊറിയ പറയുന്നു. താല്പര്യമുണ്ടെങ്കിൽ, പറ്റുമെങ്കിൽ അമേരിക്ക ഇത് തടയുക എന്നും പറയുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നോർത്ത് കൊറിയയെ കളത്തിലിറക്കി വിട്ടിട്ട് സൗത്ത് കൊറിയ വെറുതെ നിന്ന് നോക്കിയിരിക്കുകയാണ്. പൊതുവെ സൗത്ത് കൊറിയ, ജപ്പാൻ, അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങളും എപ്പോഴും സൈനിക എക്സസൈസിലും അതുപോലെ തന്നെ സൈനിക ഡ്രില്ലിലും ഏർപ്പെടാറുണ്ട്. ഇതെല്ലാം നോർത്ത് കൊറിയയ്ക്ക് എതിരായിട്ടാണ്. നോർത്ത് കൊറിയയ്ക്ക് മാത്രമല്ല ചൈനയ്ക്കും എതിരായിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ജനുവരി മാസം 29 ഹംഗേരി ഫോറിൻ മിനിസ്റ്ററും അതുപോലെ തന്നെ ഉക്രൈൻ ഫോറിൻ മിനിസ്റ്ററും ചർച്ചയിൽ ഏർപ്പെടാൻ പോകുന്നു. ശരിക്കും ഹംഗേരി നമുക്കറിയാം റഷ്യക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു രാജ്യമാണ്.
അങ്ങനെ വരുമ്പോൾ ഹംഗേറി ഫോറിൻ മിനിസ്റ്ററും ഉക്രൈൻ ഫോറിൻ മിനിസ്റ്ററും ഒരു ചർച്ചയിൽ ഏർപ്പെടാൻ പോകുന്ന ആ ഒരു ഡേറ്റ് വളരെ സ്പെഷ്യലായ ഡേറ്റ് ആണ്. ഇത് ജനുവരി മാസം 29-ാം തീയതി ആയിരിക്കുമെന്ന് അറിയിപ്പുകൾ പറയുന്നു. ഖർക്കീവ് റീജിയനിലാണ് ഇപ്പോൾ ആക്രമണം അധികമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും ഖർക്കീവ് ഭാഗത്തുള്ള ഒരു ഹോട്ടലിൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു മിസൈൽ വന്ന് ഹോട്ടലിൽ വന്ന് പതിക്കുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബെൽഗറോഡ് ഭാഗത്ത് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിന്നും പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും കുട്ടികളും അവിടെ നിന്നും മാറ്റപ്പെടുകയാണ്. കാരണം ബെൽഗറോഡ് ഭാഗത്ത് ഉക്രൈന്റെ തുടർ ആക്രമണം കൂടുതലായി ഉൾപ്പെടുന്നുണ്ട്. ഡ്രോൺ ആക്രമണവും അതുപോലെ തന്നെ ചെറിയ ചെറിയ മിസൈൽ അറ്റാക്കും ഇവിടെ അധികമായി നടക്കുന്നുണ്ട്. ബെൽഗറോഡ് റീജിയൻ എന്നത് റഷ്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റീജിയൻ കൂടിയാണ്. റഷ്യ ഉക്രൈൻ ബോർഡറിലുള്ള റീജിയൻ ആണ് ബെൽഗറോഡ്. എന്നാൽ കൂടി ഇവിടെ ശത്രുക്കളുടെ ആക്രമണം കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളെ സംരക്ഷിക്കണമെന്നും പറഞ്ഞ് അവിടെയുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരാനായി പുടിന്റെ ഉത്തരവ് പ്രകാരം അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതേ ബെൽഗറോഡ് റീജിയനിൽ ഇനി ഒരു ആക്രമണവും നടത്താൻ സമ്മതിക്കില്ല എന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായി എന്നത് ഒരു ചോദ്യം മാത്രമാണ്. എസ്തോണിയയ്ക്ക് പോയ സെലൻസ്കി വീണ്ടും ലാത്വിയയിലേക്ക് പോകാൻ പോകുന്നു എന്നൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതായിരിക്കും അദ്ദേഹത്തിന്റെ അവസാന സ്റ്റോപ്പ്. സോ ലാത്വിയയുടെ ലീഡറുമായും സംസാരിച്ചിട്ട് സെലൻസ്കിയുടെ തീരുമാനവും ബാൾട്ടിക് രാജ്യങ്ങളുടെ തീരുമാനവും റഷ്യയുടെ അടുത്ത ഘട്ട നീക്കത്തിന് ഒരു സിഗ്നൽസ് തരുമെന്ന് പ്രതീക്ഷിക്കാം. ബാക്മുത്ത് ഭാഗത്തും ഇപ്പോൾ യുദ്ധം തീവ്രമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഖർക്കീവ്, ആദ്വിക അതുപോലെ തന്നെ ബാക്മുത്ത് ഭാഗത്താണ് ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം തീവ്രമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വിവരം പുറത്തു വന്നു കഴിഞ്ഞു. ഇതിൽ ബാക്മുത്ത് ഭാഗത്ത് മാത്രം റഷ്യയുടെ 2-3 ആക്രമണം നടന്നുവെന്നും പല മിസൈൽ അറ്റാക്ക് നടന്നുവെന്ന വിവരവും പുറത്തു വന്നു. സ്വാം ഡ്രോൺസും റഷ്യ ഉപയോഗിക്കുന്ന പുതിയ സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് സൗത്ത് കൊറിയ പറയുന്നത് ഡ്രോൺസ് ഒക്കെ റഷ്യക്ക് കൊടുക്കുന്നത് ഇറാനും ഷെൽസ് ഒക്കെ കൊടുക്കുന്നത് നോർത്ത് കൊറിയയുമാണെന്ന വലിയൊരു ആരോപണം റഷ്യക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് $1 ബില്യൺ അമേരിക്കൻ ഡോളർ. ഇത് വേൾഡ് ബാങ്ക് ഉക്രൈന് കൊടുക്കാൻ പോകുന്നു. ഉക്രൈനിലെ ജനങ്ങൾക്ക് ഒരു ആശ്വാസമായിരിക്കുമെന്ന ഒരു അറിയിപ്പ് വേൾഡ് ബാങ്ക് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, വിന്റർ സീസണിൽ എന്താണ് നടക്കുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉക്രൈന് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളൊന്നും തന്നെ നടത്താൻ പറ്റിയിരുന്നില്ല. അതിനു മുമ്പ് തന്നെ മഞ്ഞ് വന്നതുകൊണ്ട് ഈ രണ്ട് രാജ്യത്തെ സൈനികരും നിന്ന സ്ഥലത്ത് തന്നെ അതേപടി നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ആക്രമണം നടക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ലോങ് റേഞ്ച് അറ്റാക്ക് ആണ്. അവിടെ നിൽക്കുന്ന സൈനികർ അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അധികമായ മഞ്ഞുള്ളത് കൊണ്ട് നൈറ്റ് വിഷന് പ്രശ്നമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാല ആക്രമണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കുറഞ്ഞു വരുന്നു എന്ന് പറയാം. ഈ വിന്റർ സീസൺ കഴിഞ്ഞാൽ അധികമായ ആക്രമണം നടത്താൻ റഷ്യ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ കൗണ്ടർ ഒഫൻസീവിന് ഉക്രൈനും ശ്രമിക്കും. സോ ഇവിടെ ആർക്ക് വലിയ വിജയം ലഭിക്കുമെന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഇതിനിടയിൽ റഷ്യയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു. റഷ്യയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ അനുകൂലികൾ അവരുടെ കളി നീക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് റഷ്യ വലിയൊരു ആരോപണം ഉയർത്തിയിട്ടുണ്ട്. സോ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉക്രൈനെ വിജയിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ വിചാരിക്കുന്നുണ്ടാകും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.